ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട് എത്തുകയാണ്. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വലിയ വീഴ്ചയുണ്ടായി എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്കിടെയാണ് ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രി ജില്ലയിൽ എത്തുന്നത്. 11:30 കോഴിക്കോട് കളക്ട്രേറ്റിൽ അടിയന്തര യോഗം ചേരുകയും ചെയ്യും. വിവരങ്ങളുമായി ടി നന്ദഗോപാൽ ചേരുകയാണ് കോഴിക്കോട്. നന്ദു, ഗുഡ് മോർണിംഗ്. ഇന്നലെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ MLA റിയാസിന്റെ ഭാഗത്തു നിന്നൊക്കെ നമ്മൾ കണ്ടു. പ്രതിപക്ഷം വലിയ ആരോപണങ്ങൾ ഉയർത്തുകയാണ്. ആരോഗ്യമന്ത്രി കോഴിക്കോട് എത്തിച്ചേരാത്തതിൽ മറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാനായി മന്ത്രി എത്തുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ആ പ്രതിഷേധങ്ങൾക്കിടെയാണ് ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രി കോഴിക്കോട് എത്താൻ പോകുന്നത്. എങ്ങനെയാണ് ഇന്നത്തെ ഒരു അവലോകന യോഗങ്ങളും മറ്റു കാര്യങ്ങളും? ആശുപത്രിയിൽ ചികിത്സയിലുള്ള നിപ്പ രോഗബാധിതന്റെ ഒരു അവസ്ഥ എങ്ങനെയാണ് ഇപ്പോൾ? നിപ്പ പ്രതിരോധത്തിൽ വലിയ തോതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണമാണ് ഇന്നലെ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും അവർ ചൂണ്ടിക്കാട്ടിയ കാര്യം, സാധാരണഗതിയിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തൊക്കെ നിപ്പയുണ്ടാകുമ്പോൾ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയും അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ അവിടെ ക്യാമ്പ് ചെയ്ത് കാര്യങ്ങൾ ഏകോപിപ്പിക്കുമെന്നുള്ളതായിരുന്നു. പക്ഷേ ഇത്തവണ ഇവിടെ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി പോലും ഇങ്ങോട്ട് എത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു പ്രധാനമായും ചൂണ്ടിക്കാട്ടിയ ആക്ഷേപം. അത് കൊണ്ട് തന്നെ ആ കാര്യത്തിൽ വലിയൊരു പ്രതിഷേധവും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഏതായാലും 11 മണിയോടുകൂടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കോഴിക്കോട് ജില്ലയിലേക്ക് എത്തുന്നുണ്ട്. 11:30 ജില്ലയിലെ ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടെയായി അവലോകന യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ആ യോഗത്തിൽ ഇനി മുന്നോട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ചും നിലവിലെ ഒരു സാഹചര്യവും വിലയിരുത്തുമെന്നുള്ളതാണ് അറിയുന്നത്. ഏതായാലും ഇന്നലെ ആരോഗ്യ വകുപ്പ് അറിയിച്ചതനുസരിച്ച് 13 പേരെ കൂടി സമ്പർക്ക പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇനിയിപ്പോൾ നിരീക്ഷണത്തിലുള്ളത് 100 പേരാണ്. 100 പേർ ഈ സമ്പർക്ക പട്ടികയിലുണ്ട്. പക്ഷേ ഏറ്റവും ആശ്വാസകരമായ കാര്യം, ഈ രോഗബാധിതന്റെ അടുത്ത ബന്ധുക്കളായ 3 പേർ, ഇവർ ഏറ്റവും ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. ഇവരുടെ പരിശോധനാ ഫലമാണ് ഇന്നലെ നെഗറ്റീവായി വന്നത്. ഇവർക്ക് മറ്റ് രോഗലക്ഷണങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു ആരോഗ്യ വിഭാഗം പറയുന്നത് ഈ രോഗവ്യാപനം ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കുറവാണ് എന്നുള്ളതാണ്. ഏതായാലും ഒരു 4 പേരെ കൂടെ ഇപ്പോൾ നിരീക്ഷണത്തിന് വേണ്ടി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരും അടുത്ത സമ്പർക്കം പുലർത്തിയ വ്യക്തികളാണ്. ഇവർക്കും കാര്യമായ രോഗലക്ഷണങ്ങളൊന്നും തന്നെയില്ല. ഇവരുടെ സ്രവം പരിശോധനയ്ക്ക് വേണ്ടി അയക്കുമെന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ ഇതിന്റെ പരിശോധനാ ഫലം കൂടെ വരികയും ചെയ്യും. അതിനോടൊപ്പം തന്നെ മറ്റുള്ളവർ വീടുകളിലും മറ്റുമായാണ് നിരീക്ഷണത്തിൽ തുടരുകയും ചെയ്യുന്നത്. ആർക്കും തന്നെ രോഗലക്ഷണമില്ലാത്തതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അതുകൊണ്ട് തന്നെ ഒരു രോഗവ്യാപനം ഉണ്ടായിട്ടില്ല എന്ന നിഗമനത്തിലാണ് നിലവിൽ ആരോഗ്യ വകുപ്പ് ഉള്ളത്. അതേസമയം രോഗബാധിതനായ ഈ 43-കാരൻ, അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇനി 48 മണിക്കൂറിന് ശേഷം വിലയിരുത്തിയായിരിക്കും നിപ്പയുടെ പ്രതിരോധ മരുന്ന് അത് വീണ്ടും ഒരു ഡോസ് നൽകണോ എന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാവുക. ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങളൊക്കെ തന്നെ ചേരുകയും ചെയ്യും. ഏതായാലും അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്.